ഹലോ എവറി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1/2 കിലോയുടെ ഹാഫ് കെ ജിയുടെ കേക്ക് ആയിരിക്കും കേട്ടോ അത് റെഡിയായി വരുമ്പം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം 3/4 കപ്പ് നമുക്കാണെങ്കിൽ മേദ എടുക്കാം. ഒരു 1/4 കപ്പ് നമുക്ക് ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കണം. 1 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളും ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു സൈഡിൽ വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് 3 തവണ നന്നായിട്ടൊന്ന് അടഞ്ഞു കൊടുക്കണേ, അല്ലെങ്കിൽ വിസ്കും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താലും മതി. നമുക്കാണെങ്കിൽ 2 മുട്ട വേണം കേട്ടോ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് വീഡിയോ എടുക്കാൻ സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതാണെങ്കിൽ 1 കപ്പ് ഞാൻ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അതിനകത്താണെങ്കിൽ 1 ടീസ്പൂൺ ഞാൻ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൗഡർ ഷുഗർ നമുക്ക് നന്നായിട്ട് മുഴുവനായിട്ട് കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ അത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്മെല്ലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കല്ലേ കേട്ടോ. സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓവർ ബീറ്റിംഗ് ചെയ്യേണ്ട കേട്ടോ. ഒന്ന് മിക്സായി വരുന്നവർ മാത്രം ചെയ്താൽ മതി. അത് നമ്മൾ മുട്ടയൊക്കെ ആണെങ്കിൽ ഫ്ലഫി ആയി വന്നില്ല, അത് താഴ്ന്നു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. മുട്ട ഫ്ലഫി ആയതിന് ശേഷമേ എണ്ണ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അതിന് മുന്നേ ഒഴിച്ച് കൊടുക്കില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലഫി ആയി കിട്ടത്തില്ല. ഇനി നമുക്ക് 1/4 കപ്പ് ഞാനാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഡ്രൈവിങ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടില്ല, ഇപ്പോൾ പടഞ്ഞ് വെച്ചേക്കുന്നില്ല. അത് നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ഫ്രൂട്ടിനകത്ത് ഞാനാണെങ്കിൽ വാൾനട്ടും ബദാമും കാഷ്യൂസും ടൂട്ടി ഫ്രൂട്ടി 1 ടേബിൾ സ്പൂൺ അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് പൊടിക്കാതെ ഇച്ചിരി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്റർ ഇട്ടിടുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറേശ്ശായിട്ട് ഡ്രൈവിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ ഈ മുട്ടയൊക്കെയാണെങ്കിൽ ഫ്ലഫി ആയി വന്നില്ല, അല്ലെങ്കിൽ അത് താഴ്ന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പതുക്കെ ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചെയ്യാൻ പാടില്ല. ഇനി നമുക്കാണെങ്കിൽ 1/2 കപ്പ് ഞാൻ പാലും തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തിളയ്ക്കാനായിട്ട്. ഇത് ഡ്രൈവിങ്സ് എല്ലാം നമ്മൾ മിക്സാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മുടെ പാൽ തിളച്ച പാലില്ലേ, അത് നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കണേ. അതിന് ശേഷം നമുക്ക് മുഴുവൻ പാൽ നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അതെല്ലാം നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കാണെങ്കിൽ ഓവൻ നമുക്ക് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 10 മിനിറ്റ് വേണ്ടി. നിങ്ങൾ പാനിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അതാണെങ്കിലും അങ്ങനെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതായത് 1/2 kg കേക്കായിട്ട് റെഡിയായി വരും. നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രിയിൽ നമുക്കാണെങ്കിൽ അരമണിക്കൂറത്തേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വെച്ച് ഡ്രൈ ഫ്രൂട്ട്സിലായിരുന്നു ടേബിൾ സ്പൂൺ, അത് നമ്മൾ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ്.